അതുകൊണ്ട് ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് പൊതിഞ്ഞെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല മണം. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്ന് നമുക്ക് കുറച്ച് വെള്ള ആവോലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് വലിയ ക്ലീനിങ്ങൊന്നും പ്രയാസമുള്ള മീനല്ല. നമുക്ക് നിസ്സാരമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന, വലിയ കട്ടിയുള്ള മുള്ളല്ല. പിന്നെ അതിൻ്റെ ചെതമ്പിലുമൊക്കെ ഈസിയാണ്. ഉണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളു. നിസ്സാരമായിട്ട് നമുക്ക് ആർക്കും കട്ട് ചെയ്തെടുക്കാം. ഇതെന്ന് പറയുന്നത് ഈ ബോട്ടിൽ പോകുന്നവരൊക്കെ ചില സാഹചര്യങ്ങളിൽ ഭയങ്കര കറി വെക്കാനൊക്കെ അവർക്ക് ടൈം കിട്ടാറില്ല. അപ്പം ഫ്രഷോട് തന്നെ ഇത് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് ഒരു ആവി കയറ്റി പുഴുങ്ങിയെടുക്കും, ആ ഒരു കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതി ഒന്ന് നോക്കാനായിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ പരീക്ഷണം. നമ്മുടെ ആവോലിയെല്ലാം എന്താ കട്ട് ചെയ്തെടുത്ത് ഇനി ഇച്ചിരി പരലുപ്പൊക്കെ ഇട്ട് ഒന്ന് തേച്ച് കഴുകിയൊക്കെ എടുക്കാം. അല്പം പരലുപ്പും കൂടി ഇടാം. കാരണം പരലുപ്പിട്ട് തേച്ചാൽ ഇച്ചിരി എന്തെങ്കിലും വഴുവഴുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും. ഈ ആവോലി എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടിയൊക്കെ വലുതാവണം. ഇതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് രുചി കൂടും. അതാണ് ഇത് ഈ ആവോലിയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മുടെ മീനെല്ലാം റെഡിയായി. അടുത്ത ഒരു രീതിയിലോട്ടൊക്കെ നമുക്ക് ഇത്ര ഉണ്ട്, ഒരു കിലോളം ഉണ്ട്. ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കണമെങ്കിൽ അതൊന്ന് വരഞ്ഞൊക്കെ എടുക്കാം. ഇത് കണക്ക് ആഴത്തിൽ മുറിക്കരുത്. ഒരുപാട് ആഴത്തിൽ മുറിച്ച് അതിൻ്റെ ആ സെൻട്രലത്തെ മുള്ള് മുറിഞ്ഞു പോയതാണ്. രണ്ട് സൈഡും അത് കണക്ക് തന്നെ. ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് പുഴുങ്ങാൻ പോവുക. അതിനുള്ള മസാല കൂട്ടുകളാണ് റെഡിയാക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി, ഇച്ചിരി കുരുമുളക്, നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നാലേ ആ മസാല കൂട്ടെല്ലാം കൂടി ഒന്ന് പിടിക്കത്തുള്ളൂ. പിന്നെ ചില ആൾക്കാർ പുഴുങ്ങുമ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടൊക്കെ പുഴുങ്ങും. നമ്മൾ സ്വല്പം മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ആ മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാനാണ്. കാരണം പുഴുങ്ങുന്നത് കൊണ്ട് പിന്നെ രണ്ടാമത് വെളിച്ചെണ്ണയ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ വെളിച്ചെണ്ണയുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല കൂട്ടുകളെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നാലേ ഈ അരപ്പൊന്ന് സോഫ്റ്റ് ആകത്തുള്ളൂ. വേണ്ട മറ്റേ ആദ്യം കട്ടി പൊടിക്കണ്ട. ഇപ്പോൾ കറക്റ്റായി. സ്വല്പം വെള്ളം മതി ആവശ്യത്തിനുള്ള. ഇപ്പോൾ ഈ മസാലയൊക്കെ കണ്ട ഈ വെട്ടിലോട്ടൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നമുക്ക്. അതിൻ്റെ എരിയും പുളിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഈ ഉൾഭാഗത്തുമൊക്കെ ഇച്ചിരി മസാലയൊക്കെ വെക്കണം. അപ്പോൾ നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് വരും. 3 മീനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. മസാലയൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് വെച്ചേക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. എന്നാലേ ഇതിൻ്റെ മസാല കൂട്ടൊക്കെ ആ മീൻ പിടിക്കത്തുള്ളൂ. ഒരു ഇല എടുത്ത് അത് ഇച്ചിരി വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ പൊതിയുമ്പോഴത്തേക്ക് പൊട്ടിയൊക്കെ പോകും. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടി വെച്ചു കൊടുക്കാം. നല്ല മണം കിട്ടും. വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടും. എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇതെന്ന് പറയുന്നത് ഓരോ മീനും ഓരോ പൊതിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് കണക്ക് പൊതിഞ്ഞ് ഒരു ചരട്, അതായത് ഈ ഇതിൻ്റെ വാഴയിലയുടെ വള്ളി കൊണ്ട് തന്നെ നമ്മൾ കെട്ടിയെടുക്കുക. ഓരോ മീനും ഓരോ വാഴയിലാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. വെള്ളം വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അടുക്കി കൊടുക്കുക. അധികം കട്ടിയുള്ള മീനല്ല, എന്നാലും നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് വെന്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയി. നമുക്കൊന്ന് തുറന്നൊക്കെ നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല മണം. നമുക്ക് ഒരെണ്ണം എന്തായാലും എടുത്തൊന്ന് തുറന്ന് നോക്കട്ടെ. നല്ല മണമൊക്കെ ഉണ്ട്. കീടിലെ സാധനം. എന്തായാലും ഒന്ന് തുറന്നൊക്കെ നോക്കട്ടെ. എൻ്റെ കെട്ടൊക്കെ അഴിച്ച് നല്ല മണമുണ്ട്. നല്ല സെറ്റപ്പായിട്ട് വെന്ത്, നല്ല അടിപൊളിയായിട്ട് നല്ലോണം വെന്ത്, അതുപോലെ തന്നെ അതിൻ്റെ മണവും നല്ല മണം. നമ്മുടെ മീൻ വിഭവം നല്ലോണം റെഡിയായി. ഇങ്ങനെ ചെയ്തതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള രുചി കിട്ടും. അപ്പോൾ എന്തായാലും സംഗതി എല്ലാം റെഡിയായി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടിയൊക്കെ നോക്കണം. വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടെ. നല്ല അടിപൊളി രുചി. നാച്ചുറൽ ആ വെള്ളാവോലിയുടെ ടേസ്റ്റ് നമുക്ക് നാവിൽ വരുന്നുണ്ട്. പിന്നെ ആ നാരങ്ങയുടെ നീരുമൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. കുരുമുളകും എല്ലാം കൂടി ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും
ബായ്.